നല്ല ഫ്രഷായിട്ടുള്ള വാളമീൻ കണ്ടോ? ഇത് പൊന്നാരം മീൻ. എച്ച് മാർട്ടി വന്നാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ബീഫും ചിക്കനും മട്ടണും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫിഷ് കഴിക്കാനൊരു മോഹം തോന്നി. അങ്ങനെ എച്ച് മാർട്ടി വന്നു. അപ്പം നല്ല ഫ്രഷായിട്ടുള്ള വാളമീൻ ഇരിക്കുന്ന കണ്ടു. പൊന്നാരം മീനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചുമന്ന മീൻ, കിളിമീൻ എന്ന് പറയും. പിന്നെ ആവോലിയുടെ കൂട്ടിരിക്കുന്ന ഒരു മീൻ, പിന്നെ നല്ല ഞണ്ട്, കൊഞ്ച്, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയത് വാളമീനും പൊന്നാരം മീനുമാണ്. വാളമീൻ എത്രയായിട്ട് കട്ട് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. അപ്പോൾ കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 10 പീസായിട്ട് എടുക്കാൻ പറഞ്ഞു. പൊരിക്കാനാണല്ലോ, അപ്പോൾ കുറച്ചൊരു സൈസ് വേണം, എന്നാൽ മസാലയെല്ലാം പിടിക്കുകയും വേണം. അപ്പോൾ അവരോട് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. നല്ല ഭംഗിയായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഓരോ പാർട്ടും ക്ലീൻ ചെയ്യാനായിട്ട് അവർ തലഭാഗമൊക്കെ സിസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൈഡൊക്കെ കട്ട് ചെയ്യാനും സിസേഴ്സ് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. കൈകൊണ്ട് അധികം പ്രവർത്തനം ഇല്ല കേട്ടോ. ഓരോ പാർട്ടും അവർ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പ്രെയർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ 10 കഷ്ണമാക്കാനുള്ള സൈസ് കണ്ടോ, നല്ലൊരു പീസില്ലേ. അപ്പം അതേപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി തരുന്നുണ്ട്. ഇതിന് ശേഷമാണ് അവർ നമ്മുടെ പൊന്നാരം മീൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓരോന്നിനും ഓരോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ വിലയും. നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോഴത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇനിയിപ്പോൾ അവർ പൊന്നാരം മീൻ കട്ട് ചെയ്യുകയാണ്. പൊന്നാരം മീനിന് നല്ല ചെതുമ്പലുള്ളത് കൊണ്ട് അവരെന്തോ ഒരു റൗണ്ട് പോലെ ഒരു സാധനം, അതിങ്ങനെ റിങ് പോലെ ഇരിക്കുക, അത് വെച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ട് ചെതുമ്പൽ ക്ലീൻ ചെയ്യുന്നത്. വിതിൻ സെക്കൻഡ്സ് അവരെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. സ്പ്രെയർ ഉപയോഗിച്ച് വാഷ് ചെയ്തു. അതുപോലെ തന്നെ വാലൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഓരോ പാർട്ടും ക്ലീൻ ചെയ്യുന്നത്. ഇതെത്ര പീസാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു 5 പീസാക്കാനാണ് പറഞ്ഞത്. അപ്പം 5 പീസ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ചെറിയ പീസായി പോകും അത്രേ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമില്ല, 5 പീസാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിന്നൊന്നും കളയുന്നില്ല കേട്ടോ, പക്ഷെ നല്ല ക്ലീനായിട്ട് തന്നെ എല്ലാം ചെയ്ത് കിട്ടുന്നുണ്ട്. ഓരോ വയറിൻ്റെ പോർഷനൊക്കെ കീറി എല്ലാം എടുത്തിട്ട് ഒരു എയറാണ്. അതിന് ശേഷം വീണ്ടും സ്പ്രെയർ ഉപയോഗിച്ച് നന്നായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അത്രയും കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയും കട്ട് ചെയ്ത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കപ്പയുണ്ടോ എന്ന് നോക്കിയിട്ട് കപ്പ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് റൈസ് വെച്ചിട്ടാണ് പോയത്. മീനിൻ്റെ സൈസ് ഓക്കെ അല്ലേ, നല്ല പീസില്ലേ. ഇത് കറിക്കാണ് കേട്ടോ. ഇന്ന് വാള ഫ്രൈ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാക്കറ്റിലാക്കി തന്നു. ഇത് നമ്മുടെ നെത്തോലി ഉണങ്ങിയതാണ്, നല്ല ഫ്രഷായിട്ടിരിക്കുന്ന